ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓരോ പുതിയ ദിവസവും ദൈവ സാന്നിധ്യത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രത്യാശയും സമാധാനവും നിറയുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധ ധൂപമാണ് എന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിനും ജീവന്റെ ദാനത്തിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനയും അങ്ങേക്ക് പ്രസാദകരമായ സുഗന്ധ ധൂപമായി സ്വർഗത്തിലേക്ക് ഉയരുവാൻ സംഗതിയാകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗം. അവൻ ഖദിരമരം കൊണ്ട് ധൂപപീഠമുണ്ടാക്കി. അത് 1 മുഴം നീളവും 1 മുഴം വീതിയും ഇങ്ങനെ സമചതുരമായിരുന്നു. അതിന് ഉയരം 2 മുഴമായിരുന്നു. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്നു തന്നെയായിരുന്നു. അവൻ അതും അതിൻ്റെ മേൽ പലകയും ചുറ്റും അതിൻ്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അത് ചുമക്കേണ്ടുന്നതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് കീഴെ 2 പാർശ്വത്തിലുള്ള ഓരോ കോണിങ്കലും ഓരോ പൊൻ വളയം ഉണ്ടാക്കി. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരമുണ്ടാക്കി. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നാം ഈ കേട്ട വചനഭാഗത്തിൽ ബസലിൽ സ്വർണ്ണ ധൂപപീഠം നിർമ്മിക്കുന്നതാണ്. അതിന്മേൽ ദിവസേന ധൂപം അർപ്പിക്കപ്പെടുകയുമായിരുന്നു. ഈ ധൂപം വെറും സുഗന്ധത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. ഇത് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെ പ്രതീകമായിരുന്നു. വെളിപ്പാട് പുസ്തകം നമ്മോട് പറയുന്നു, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ധൂപം പോലെ ഉയരുന്നു. നമ്മുടെ പ്രാർത്ഥന വാക്കുകൾ മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, അത് ഒരു ആരാധനയാണ്. ക്ഷമിക്കുന്ന ഹൃദയം, സ്നേഹത്തോടെ ചെയ്യുന്ന സേവനം, വിശുദ്ധിയിൽ ജീവിക്കുന്ന ജീവിതം, ഇവയെല്ലാം ദൈവത്തിന് പ്രസാദകരമായ സുഗന്ധധൂപമാണ്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ പ്രാർത്ഥന ആത്മാർത്ഥമായതാണോ? എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായതാണോ? എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്നുണ്ടോ? ദൈവം ഇന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആത്മാർത്ഥമായ ഒരു ആരാധനയാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായ സുഗന്ധ ധൂപമാകട്ടെ. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സ്നേഹവും ഐക്യവും നിറയട്ടെ. രോഗികളെ സൗഖ്യമാക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും ബലഹീനർക്ക് ശക്തിയും നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സുഗന്ധധൂപം പോലെ ഉയരട്ടെ. അവിടുത്തെ സമാധാനവും കൃപയും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.